നമസ്കാരം. പ്രധാന വാർത്തകൾ. മാന്നാമംഗലം പള്ളി തർക്കം താൽക്കാലികമായി ഒത്തുതീർന്നു. പള്ളിയിൽ ഞായറാഴ്ച ദിവ്യബലി അർപ്പിക്കുവാൻ അനുവദിക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. പള്ളി അടച്ചിട്ട നടപടി തുടരുവാൻ തീരുമാനം. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ 3 ഹോട്ടലുകളിൽ പരിശോധന. ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ 91 പേരടങ്ങുന്ന സംഘം ഗുരുവായൂരിൽ താമസിച്ചതായി കണ്ടെത്തി. വൈദ്യുതി ബോർഡും കേബിൾ TV ഓപ്പറേറ്റർമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മന്ത്രി എം മണി. പ്രാദേശിക മാധ്യമങ്ങൾ ഇല്ലായ്മ ചെയ്യാനായി എത്തുന്ന വൻകിട കുത്തകകളെ കരുതിയിരിക്കണമെന്നും മന്ത്രി. പാതയോരങ്ങളിലെ സെപ്റ്റിക് മാലിന്യ നിക്ഷേപം പതിവാകുന്നു. സെപ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് ജില്ലയിൽ ശാസ്ത്രീയ സംവിധാനങ്ങളില്ല. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. സാംസ്കാരിക നഗരിക്ക് ഇനി ലോക നാടക കാഴ്ചകളുടെ രാപ്പകലുകൾ. ഇറ്റ്ഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഞായറാഴ്ച തിരിതെളിയും. വാർത്തകൾ വിശദമായി. മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളി തർക്കത്തിന് താൽക്കാലിക പരിഹാരം. പള്ളി അടച്ചിട്ട നടപടി തുടരുവാൻ കളക്ടർ നടത്തിയ ചർച്ചയിൽ തീരുമാനം. ഞായറാഴ്ച പള്ളിയിൽ കുർബാന നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് യാക്കോബായ വിഭാഗം പിന്മാറിയതിനെ തുടർന്നാണ് താൽക്കാലിക പരിഹാരമായത്. അടുത്ത ദിവസം യാക്കോബായ വിഭാഗം കോടതിയെ സമീപിക്കുമെന്നും കോടതി നിലപാടിനനുസരിച്ച് തുടർ തീരുമാനമെടുക്കുമെന്നും ഇരുവിഭാഗങ്ങളുമായുള്ള ചർച്ചകൾക്ക് ശേഷം കളക്ടർ TV അനുപമ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരാധനയുടെ പേരിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു പരിഹാരമായിട്ടുണ്ട്. നാളെ ജാക്കോബൈറ്റ് വിഭാഗം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് നമ്മുടെ അടുത്ത് എഴുതി സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം കോടതി മുഖേന വേണ്ട പരിഹാരം കണ്ടോളാം എന്നുള്ളൊരു കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പോലീസ് എന്തായാലും വിജിലാണ്. കോടതി ഉത്തരവിൻ്റെ പുറത്തുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, അതിൻ്റെ ഒരു ആരാധന സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് ആർക്കാണ് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം കിട്ടുന്നത് അവർക്ക് മുന്നോട്ട് പോവാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും നാളെ അതിൽ അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു വിഭാഗം ഒരു ക്ലാഷ് ഉണ്ടാക്കും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ സജസ്റ്റ് ചെയ്തു. ഒരു 2 പാർട്ടിക്കാരും സമ്മതിക്കുമായിരുന്നു അതിന് വിഡ്രോ ചെയ്യാമെന്നുള്ളത്. ഇരുവിഭാഗത്തിലെയും വിശ്വാസികൾക്കും പുരോഹിതർക്കുമെതിരെ എടുത്തിട്ടുള്ള കേസുകളുടെ കാര്യത്തിൽ നടപടിക്രമമനുസരിച്ച് പോലീസ് തീരുമാനമെടുക്കുമെന്നും കളക്ടർ അറിയിച്ചു. നിലവിലുണ്ടായ സംഘർഷാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജില്ലാ ഭരണകൂടം മുന്നോട്ടുവെച്ച നിർദ്ദേശം ഇരുവിഭാഗങ്ങളും സമ്മതിച്ചതിനെ തുടർന്നാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടായത്. ഓർത്തഡോക്സ് വിഭാഗത്തു നിന്ന് സെക്രട്ടറി ഇൻചാർജ് ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റോബി വർഗീസ്, അലക്സ് എം കുര്യാക്കോസ് തുടങ്ങിയവരും, യാക്കോബായ വിഭാഗത്തിൽ നിന്ന് ഭദ്രാസനം സെക്രട്ടറി ഫാദർ രാജു മാർക്കോസ്, സഭാ ട്രസ്റ്റി OU ഏലിയാസ് തുടങ്ങിയവരും കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു. TCV തൃശൂർ. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടവർ താമസിച്ചിരുന്ന ഗുരുവായൂരിലെ 3 ഹോട്ടലുകളിൽ കൊടുങ്ങല്ലൂർ പോലീസ് പരിശോധന നടത്തി. ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ 91 പേർ സംഘത്തിൽ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. കിഴക്കേനടയിൽ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള CA ടവർ, പ്രസാദം ഇൻ, പ്രാർത്ഥന ഇൻ എന്നിവിടങ്ങളിലാണ് കൊടുങ്ങല്ലൂർ SI ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധന നടത്തിയത്. പ്രാർത്ഥന ഇന്നിൽ ഈ മാസം 4 മുതൽ 11 വരെ 69 പേരാണ് താമസിച്ചിരുന്നത്. പ്രസാദം ഇന്നിൽ 12 പേരാണ് 2 ദിവസം താമസിച്ചത്. CA ടവറിൽ 10 പേരാണ് ഉണ്ടായിരുന്നത്. സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നതായി ലോഡ്ജ് ജീവനക്കാർ പറഞ്ഞു. ഹിന്ദിയും തമിഴുമാണ് ഇവർ സംസാരിച്ചിരുന്നത്. ഗുരുവായൂരിൽ നിന്ന് ചോറ്റാനിക്കരയിലേക്കും അവിടെ നിന്ന് ചെറായിലേക്കുമാണ് സംഘം പോയതെന്ന് പോലീസ് കണ്ടെത്തി. ഡൽഹി, മദാർഗിരി, അംബേദ്കർ കോളനിയിൽ നിന്നുള്ള സംഘത്തിൽ ശ്രീലങ്കൻ പാസ്പോർട്ട് ഉള്ളവരും ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഹോട്ടലുകളിൽ ഇവർ നൽകിയ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പികൾ പോലീസ് ശേഖരിച്ചു. ഈ മാസം 12-ന് പുലർച്ചെയാണ് മുനമ്പത്ത് നിന്ന് 230 കുടുംബങ്ങൾ ന്യൂസിലാൻഡിലേക്ക് കടന്നത്. 1,20 ലക്ഷം രൂപ നൽകി സംഘം മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ട് വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. 10 ലക്ഷം രൂപയ്ക്കുള്ള ഡീസലും ഭക്ഷണവും സംഘം ശേഖരിച്ചിരുന്നു. ബോട്ടിൽ ഭാരം കുറയ്ക്കുന്നതിനായി സംഘത്തിന്റെ ബാഗുകൾ ഉപേക്ഷിച്ചതിൽ നിന്നാണ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസിന് സൂചന ലഭിക്കുന്നത്. ഭാരക്കൂടുതൽ മൂലം ബോട്ടിൽ കയറ്റാതെ തിരിച്ചയച്ചവരിൽ നിന്നാണ് സംഘം ഗുരുവായൂരിൽ താമസിച്ചിരുന്നതായി വിവരം കിട്ടിയത്. കൊടുങ്ങല്ലൂർ CI PK പത്മരാജനാണ് കേസന്വേഷണ ചുമതല. ASI PJ ഫ്രാൻസിസ്, സീനിയർ CPO CR പ്രദീപ് എന്നിവരും ഗുരുവായൂരിൽ അന്വേഷണത്തിനെത്തിയവരിലുണ്ടായിരുന്നു. TCV ഗുരുവായൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന് അടിമാലിയിൽ തുടക്കമായി.
വൈദ്യുതി ബോർഡും കേബിൾ ഓപ്പറേറ്റേഴ്സും തമ്മിലുള്ള പോസ്റ്റ് വാടക അടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി. സംഘടിതമായി നിന്നാൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും സിഒഎ നാടിന് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും മന്ത്രി എം മണി പറഞ്ഞു. വൈദ്യുതി കാലുകളിൽ കേബിൾ ടിവി ശൃംഖല തീർക്കുമ്പോൾ ഈടാക്കുന്ന വാടക സംബന്ധിച്ച് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും വൈദ്യുതി ബോർഡിന്റെയും സംയുക്ത യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിവേദനം കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുമായി ഒരു ചർച്ചയ്ക്കൊക്കെ ബോർഡിന്റെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്കൊക്കെ തയ്യാറാകാം. നമ്മുടെ സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് ആരോഗ്യകരമായി നമ്മുടെ സമൂഹത്തെ വളർത്തുന്ന കാര്യത്തിൽ മാധ്യമരംഗത്തിന്റെ വാർത്താ പ്രചരണത്തിന്റെ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഗ്രാമങ്ങളെപ്പോലും ഉന്നതിയിൽ കൊണ്ടുവരാനും അവരുടെ പ്രശ്നങ്ങൾ പൊതുയിടങ്ങളിൽ എത്തിക്കാനും പ്രാദേശിക മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ കൂട്ടരെ ഇല്ലായ്മ ചെയ്യാനായി എത്തുന്ന വൻകിട കുത്തകകളെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അടിമാലി ടൗൺഹാളിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ദേവികുളം MLA S രാജേന്ദ്രൻ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ജോർജ്, COA ജനറൽ സെക്രട്ടറി KB രാജൻ, ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, ബിനു S, P ഗോപകുമാർ, സജീവ് കുമാർ, ജ്യോതി കുമാർ, മൻസൂർ, അജിത് ദാസ്, പ്രവീൺ മോഹൻ, രാജ്മോഹൻ, K ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ PS സിബി സ്വാഗതവും ജില്ലാ സെക്രട്ടറി സിറിയക് ജെ കൊട്ടാരം നന്ദിയും അർപ്പിച്ചു. ഉദ്ഘാടന യോഗത്തിന് ശേഷം വിവിധ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പുകളും വിവിധ റിപ്പോർട്ടുകളുടെ അവതരണവും ഉണ്ടായിരുന്നു. ബ്രോഡ്ബാൻഡ് ഹോട്ട്സ്പോട്ടിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 350ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. നേരത്തെ 100 കണക്കിന് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ നടത്തിയ വിളംബര ജാഥ COAയുടെ ശക്തി തെളിയിക്കുന്ന പ്രകടനമായി. TCV തൃശൂർ. പാതയോരങ്ങളിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. സെപ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനങ്ങളില്ല. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രഖ്യാപനത്തിലൊതുങ്ങി. തൃശൂർ നഗരമധ്യത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളാനെത്തിയ ലോറിയാണ് കഴിഞ്ഞ ദിവസം രാത്രി അപകടത്തിൽപ്പെട്ടത്. നേരത്തെയും വടക്കേച്ചിറയ്ക്ക് സമീപം സെപ്റ്റിക് മാലിന്യം തള്ളിയിട്ടുണ്ട്. പാതയോരങ്ങളിലും വെള്ളക്കെട്ടിലുമാണ് മാലിന്യം ഏറെയും തള്ളുന്നത്. ജനവാസം കുറഞ്ഞ ഇടങ്ങൾ, വയലുകൾ, തോടുകൾ, പുഴകൾ എന്നിവിടങ്ങളാണ് മാലിന്യം തള്ളാൻ ഇക്കൂട്ടർക്ക് പ്രിയങ്കരം. സെപ്റ്റിക് മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാറുണ്ടെങ്കിലും മാലിന്യം ഒഴുക്കുന്നത് തുടർക്കഥയാവുകയാണ്. സ്വകാര്യ ഏജൻസികളാണ് സെപ്റ്റിക് ടാങ്കുകൾ വൃത്തിയാക്കാൻ കരാറെടുക്കുക പതിവ്. ഇക്കൂട്ടരാണ് മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളുന്നതും. ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമില്ല. മാലിന്യ സംസ്കരണത്തിന് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. TCV തൃശൂർ. സാംസ്കാരിക നഗരിക്ക് ലോക നാടക കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇറ്റ്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഞായറാഴ്ച തിരിതെളിയും. സംഗീത നാടക അക്കാദമി മുരളി തിയേറ്ററിൽ ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ അമ്മഞ്ഞൂർ പുരസ്കാരം പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രസന്നയ്ക്ക് ചടങ്ങിൽ മന്ത്രി സമ്മാനിക്കും. അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിത അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ പുസ്തക പ്രകാശനം മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിക്കും. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 6 വിദേശ നാടകങ്ങളടക്കം 13 നാടകങ്ങളാണ് അരങ്ങിലെത്തുക. ആദ്യ അവതരണത്തിനുള്ള ശ്രീലങ്ക, ഇറാൻ എന്നീ നാടക സംഘങ്ങൾ തൃശൂരിലെത്തിയിട്ടുണ്ട്. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ചിലവുകൾ പരമാവധി കുറച്ചുകൊണ്ടുള്ള അതിജീവന കാഴ്ചകളാണ് ഇത്തവണത്തെ നാടകോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഇറ്റ്ഫോക്കിലെ ഉദ്ഘാടന നാടകം അവതരിപ്പിക്കുന്ന ശ്രീലങ്കൻ നാടക സംഘത്തിന് തൃശൂരിൽ ഊഷ്മള സ്വീകരണം നൽകി. സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്റർ പരിസരത്താണ് ശ്രീലങ്കൻ നാടക സംഘമായ ജനകരാലിയ അംഗങ്ങൾക്ക് സ്വീകരണമൊരുക്കിയത്. സംഗീത നാടക അക്കാദമി സെക്രട്ടറി K രാധാകൃഷ്ണൻ നായർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ P മധു, സംഘാടക സമിതി പ്രതിനിധി ജലീൽ കുന്നത്ത് എന്നിവർ ചേർന്ന് ശ്രീലങ്കൻ സംഘത്തെ സ്വീകരിച്ചു. സംവിധായകൻ രാസയ്യ ലോകാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉദ്ഘാടന നാടകമായ ബിറ്റർ നെക്ടർ അവതരിപ്പിക്കും. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കുടിയേറി പാർത്തവരുടെ സാമൂഹിക ജീവിതവും പ്രതിസന്ധികളും അരങ്ങിലെത്തിക്കുന്ന നാടകാവിഷ്കാരമാണ് ബിറ്റർ നെക്ടർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്.
വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി ജീവനക്കാരെ രോഗികളുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു. ആക്രമണത്തിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരുടെ കൈയൊടിഞ്ഞു. പോട്ട സ്വദേശി ചുള്ളിവീട്ടിൽ വർഗീസ്, വെള്ളാഞ്ചിറ ചുണ്ടേപ്പറമ്പിൽ വീട്ടിൽ ജെഫി സൈമൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. നെഞ്ചുവേദനയുമായി എത്തിയ സ്ത്രീയെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മറ്റ് ആശുപത്രിയിലേക്ക് വിടാൻ തയ്യാറാകാതിരുന്ന ഡോക്ടർമാരുടെ നിലപാടിനെ തുടർന്നാണ് ബന്ധുക്കൾ രോഷാകുലരായതെന്ന് പറയുന്നു. 4 പേർ ചേർന്നാണ് ആക്രമണം നടത്തിയത്. ഓഫീസിലെ ടെലിഫോൺ തകർത്ത ഇവർ ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. പിന്നീട് രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റിച്ചിറ എരുവീട്ടിൽ ജിനേഷിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആശുപത്രി ജീവനക്കാരെ ആക്രമിക്കുന്നത് സേവന സന്നദ്ധതയുടെ വീര്യം കെടുത്തുമെന്നും ഉത്തരവാദികളായവരെ ഉടൻ പിടികൂടണമെന്നും സത്സംഗ രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ആവശ്യപ്പെട്ടു. സെപ്റ്റിക് മാലിന്യം തള്ളാനെത്തിയ മിനി ടാങ്കർ ലോറി കാനയിലേക്ക് മറിഞ്ഞു. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. സമീപത്തെ കാനയിലേക്ക് സെപ്റ്റിക് മാലിന്യങ്ങൾ തള്ളാനുള്ള ശ്രമത്തിനിടെയാണ് വാഹനം കാനയിലേക്ക് മറിഞ്ഞത്. ഈ മേഖലയിൽ സെപ്റ്റിക് മാലിന്യ നിക്ഷേപം പതിവാണെന്നും സമീപവാസികൾ ദുരിതം പേറുകയാണെന്നും വ്യാപക പരാതിയുണ്ട്. പോലീസും ആരോഗ്യവകുപ്പ് അധികൃതരും തുടർ നടപടികൾ സ്വീകരിച്ചു. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തൊയക്കാവ് കളിയേക്കൽ സ്വദേശി മാക്കൽ വീട്ടിൽ വാസു ഭാര്യ 81 വയസ്സുള്ള സൗദാമിനിയാണ് മരിച്ചത്. പാടൂർ GMUP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയും വെങ്കിടങ്ങ് പഞ്ചായത്ത് മുൻ മെമ്പറും സജീവ കോൺഗ്രസ് പ്രവർത്തകയുമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതിനിടെ വിളക്കിൽ നിന്നും സാരിയിലേക്ക് തീ പടരുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സൗദാമിനിയെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശനിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. മരുതയൂർ ചന്ദനക്കുടം നേർച്ചയ്ക്കെത്തിയ ആന ഇടഞ്ഞ് അനുസരണക്കേട് കാട്ടിയത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. ഇരിങ്ങപ്പുറം കളരിക്കാവ് അമ്പാടിക്കണ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നേർച്ചയോടനുബന്ധിച്ച് കാളാനി ഭാഗത്തു നിന്നുള്ള രാത്രിയിലെ നാട്ടുകാഴ്ചയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന ആന വാഹനങ്ങളുടെ ഹോൺ ശബ്ദം കേട്ട് ഭയന്നതോടെ പാപ്പാന്മാരെ അനുസരിക്കാതെ പാവറട്ടി ടൗൺ ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു. പാവറട്ടി ടൗണിന് 100 മീറ്റർ സമീപം നടുറോഡിൽ ആന നിലയുറപ്പിച്ചു. പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ആനയെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. സമീപത്തെ പറമ്പിലേക്ക് കയറിയ ആന ചുറ്റും കൂടി നിന്നവരെ വിരട്ടിയോടിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ആനയെ തളയ്ക്കുകയായിരുന്നു. മേലൂർ പഞ്ചായത്തിൽ ആഴ്ചകളായി നിലനിൽക്കുന്ന പുലിഭീതി എറണാകുളം ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു. പുലിയെ കണ്ടെന്ന അഭ്യൂഹങ്ങൾ പരന്നതോടെ പാലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം വനപാലകർ കെണിക്കൂട് സ്ഥാപിച്ചു. നിരീക്ഷണ ക്യാമറകളും വച്ചിട്ടുണ്ട്. പുഷ്പഗിരിയിൽ വച്ചിരുന്ന കെണിക്കൂടാണ് പാലശ്ശേരിയിലേക്ക് മാറ്റിയത്. ഇവിടെ കഴിഞ്ഞ ദിവസം ചില വീടുകളുടെ മുറ്റത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കാണപ്പെട്ടു. തൊട്ടടുത്ത മുന്നൂർപ്പിളിയും പുലിഭീതിയിലാണ്. 2 വീടുകളിലെ ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ച് വകവരുത്തിയിരുന്നു. അങ്കമാലി കറുകുറ്റിയിലും പുലിഭീതിയെ തുടർന്ന് കെണിക്കൂടും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. ഇവിടെ വീട്ടുപറമ്പിലെ മരത്തിൽ പുലിയുടെ നഖപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഷീ ലോഡ്ജ്, ഭിന്നശേഷിക്കാർക്കായുള്ള സ്കൂൾ എന്നീ പദ്ധതികളുടെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തീകരിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ജില്ലാ പഞ്ചായത്ത് യോഗത്തിലാണ് പ്രസിഡന്റ് മേരി തോമസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയത്. സ്ത്രീകൾക്കായി വിഭാവനം ചെയ്തിട്ടുള്ള ഷീ ലോഡ്ജ് പദ്ധതി വള്ളത്തോൾ നഗറിലും ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന സ്കൂൾ ചേർപ്പിലും നിർമ്മിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. 2 പദ്ധതികളുടെയും സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയായ രാമോർമ്മപുരത്തെ വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ വിട്ടുനിന്നതിനെ പ്രസിഡന്റ് വിമർശിച്ചു. വികസന പദ്ധതികളിൽ രാഷ്ട്രീയ വിരോധം പുലർത്തേണ്ടതില്ലെന്നും മേരി തോമസ് പറഞ്ഞു.
വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അവതരിപ്പിച്ച അജണ്ടകൾ യോഗം അംഗീകരിച്ചു. ദേശീയപാത നന്ദിക്കരയിൽ ഗണപതി ക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെ ശബ്ദം കേട്ട് ക്ഷേത്രത്തിന് സമീപമുള്ള മുറിയിൽ താമസിക്കുന്ന ശാന്തിമാർ പുറത്തേക്കിറങ്ങിയപ്പോൾ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വഴിപാട് കൗണ്ടറിന്റെ പൂട്ട് തകർത്തതിന് ശേഷം അതിനുള്ളിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താണ് മോഷണം നടന്നിട്ടുള്ളത്. 1.5 വർഷത്തിനിടെ 3-ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. ഒരു തവണ ശാന്തിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടും മോഷണം നടന്നിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിൽ പ്രളയത്തിൽ തകർന്ന 2 വീടുകൾ പുനർനിർമ്മിച്ചു നൽകി. 5-ാം വാർഡിൽ കൊച്ചത്ത് പ്രമീള സുബ്രഹ്മണ്യൻ, 16-ാം വാർഡിൽ ചിരുകണ്ടത്ത് അമ്മിണി എന്നിവരുടെ വീടുകളാണ് പ്രവാസി മലയാളിയായ ജിജോ ചാക്കപ്പന്റെ സഹായത്താൽ നിർമ്മിച്ചു നൽകിയത്. 450 ചതുരശ്ര അടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീട് ഒന്നിന് 7 ലക്ഷം രൂപയാണ് ചിലവ്. എടത്തിരുത്തിയിൽ പ്രളയം ബാധിച്ച് 120 വീടുകൾ തകർന്നിരുന്നു. സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും 30ഓളം വീടുകളുടെ പണി പുരോഗമിക്കുകയാണ്. പ്രമീള സുബ്രഹ്മണ്യന്റെ വസതിയിൽ വെച്ച് പുനർനിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം നടത്തി. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ടി.വി. അനുപമ, ലാൻഡ് റവന്യൂ കമ്മീഷണർ എ.ടി. ജെയിംസ് തുടങ്ങിയവർ താക്കോൽ ദാനം നിർവഹിച്ചു. വീട് നിർമ്മിച്ചു നൽകിയ പ്രവാസി മലയാളി ജിജോ ചക്കപ്പനെയും വീട് നിർമ്മാണത്തിന് സഹായിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. ശ്വാന ലോകത്തെ പ്രമാണിമാർ അണിനിരക്കുന്ന ദേശീയ ശ്വാന പ്രദർശനത്തിന് മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. തൃശൂർ കനയൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ശ്വാന പ്രദർശനത്തിന് വ്യത്യസ്ത ജനുസുകളിൽപ്പെട്ട 317 പരം ശ്വാനന്മാരാണ് എത്തിച്ചേർന്നത്. ലോകപ്രശസ്ത ചലച്ചിത്രമായ ഹച്ചിക്കോയിലൂടെ വിശ്വസ്തതയുടെ പ്രതീകമായി മനുഷ്യ മനസ്സിൽ ഇടം നേടിയ ഗ്രേറ്റ് ജപ്പാനീസ് ഡോഗ് ഷിബ മുതൽ ഉസാമ ബിൻ ലാദനെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട അമേരിക്കയുടെ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ ടീമിൽ ഇടം നേടിയ കൈറോയുടെ തനി ജനുസായ ബെൽജിയൻ മാലിനോയിസ് വരെ പ്രദർശനത്തിൽ എത്തിയിട്ടുണ്ട്. പ്രദർശനത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് തൃശൂർ കനയൻ ക്ലബ് പ്രസിഡന്റ് ടി ചന്ദ്രൻ പറഞ്ഞു. ഈവൻ ഫ്രം ബോംബെ, കൽക്കട്ട നായ്ക്കൾ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും നായ്ക്കൾ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 397 നായ്ക്കൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ലാഭം എന്തെങ്കിലും കിട്ടിയാൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ സഹകരണം അത് മാത്രമുണ്ട്. അത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. ആകാരവടിവിലും ഉഷ്യരിലും മാത്രമല്ല, സ്നേഹത്തിലും കൂറിലും വരെ ആരെയും വെല്ലുന്നവരാണ് വന്നെത്തിയവരിൽ ഏറിയ പങ്കും. റോട്ട് വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ഗ്രേറ്റ് ഡെയിൻ, ബോക്സർ തുടങ്ങിയ ജർമ്മൻ വംശീയരും നായ് വംശത്തിലെ ഗ്ലാഡിയേറ്റർ എന്ന ഓമനപ്പേരുള്ള ബുൾ ടെറിയർ, ക്ഷുഭിത സ്വഭാവം മൂലം പല രാജ്യങ്ങളിലും വിലക്കുള്ള ബ്രസീലുകാരൻ ഫില ബ്രസീലിയാറോ, കെയ്ൻ കോർസോ തുടങ്ങിയ ഭീമാകാരന്മാരും സിനിമാ സീരിയൽ താരമായി പങ്കെടുത്ത ജാക്ക് റസൽ ടെറിയർ, ആർട്ടിക് പ്രദേശത്തുകാരായ സൈബീരിയൻ ഹസ്കി, ശ്വാനലോകത്തെ ഇത്തിരി കുഞ്ഞന്മാരായ മിനിയേച്ചർ പിനിഷർ, ഷിവാവ, ഫ്രഞ്ച് ബുൾഡോഗ്, നീല നിറത്തിലുള്ള നാവുള്ള ചൗ ചൗ തുടങ്ങി പിപ്പി പാരായ്, മുദോൾ ഹൗണ്ട്, രാജപാളയം, കാരവാൻ ഹൗണ്ട് തുടങ്ങി പ്രമുഖ ഇന്ത്യൻ വംശീയരും പ്രദർശനത്തിലുണ്ട്. പ്രദർശനത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലും റോട്ട് വീലർ നായ്ക്കൾക്ക് മാത്രമുള്ള പ്രത്യേക ദേശീയ ശ്വാന പ്രദർശനവും ഉണ്ടായിരിക്കും. TCV തൃശൂർ. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തകളിലേക്ക്. ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവിധ ഭക്ഷണശാലകളിൽ നിന്നും പഴകിയതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. പഴകിയ ഭക്ഷണ സാധനങ്ങളാണ് പിടിച്ചെടുത്തത്. മണത്തല നേർച്ചയോടനുബന്ധിച്ച് നഗരത്തിലെ മുഴുവൻ ഹോട്ടലുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും പ്രത്യേകം പരിശോധന നടത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പോൾ തോമസ്, ഷമീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശിവപ്രസാദ്,
വസന്ത്, റിജേഷ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സാന്ത്വന ചികിത്സയുടെ തണലിൽ കഴിയുന്നവർ ഒത്തുചേർന്ന് ആടിയും പാടിയും താളമിട്ടും ഒരു ദിവസം ഉത്സവ തിമിർപ്പിലാക്കി. ഗുരുവായൂർ നഗരസഭ ഒരുക്കിയ സ്നേഹ സാന്ത്വന സംഗമത്തിലാണ് രോഗപീഠകളുടെ വേദനകളും പരിമിതികളുമെല്ലാം മറന്ന് അവർ ഒത്തുചേർന്നത്. തൈക്കാട്, പൂക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലാണ് ടൗൺഹാളിൽ സ്നേഹ സാന്ത്വന സംഗമം സംഘടിപ്പിച്ചത്. ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ ഗൃഹാതുരമായ ഓർമ്മകളായവരെ വീണ്ടും ആഘോഷങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുന്ന വിധത്തിലാണ് പരിപാടികൾ ഒരുക്കിയിരുന്നത്. നാടൻ പാട്ടുകളും ഗാനമേളയുമൊക്കെയായി രംഗം കൊഴുത്തപ്പോൾ വീൽചെയറിൽ കഴിയുന്നവരും സ്ട്രെച്ചറിലുള്ളവരുമൊക്കെ കൈകൊണ്ട് താളം പിടിച്ചു. സംഘാടകരായ ആരോഗ്യപ്രവർത്തകരും ഔപചാരികതകളുടെ ആവരണം മാറ്റിവെച്ച് ആഘോഷത്തിൽ പങ്കാളികളായി നൃത്തം ചവിട്ടിയതോടെ ടൗൺഹാൾ ഉത്സവത്തിമിർപ്പിലായി. സ്ഥിരം സമിതി അധ്യക്ഷ എം രതിയും കൗൺസിലർ ബഷീർ പൂക്കോട്ടും ഗായകരായി മാറി. സംഗമം നഗരസഭാ ചെയർപേഴ്സൺ വി.എസ്. രേവതി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കെ.പി. വിനോദ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ നിർമ്മല കേരളൻ, കെ.വി. വിവിധ്, മെഡിക്കൽ ഓഫീസർ കെ. ലസിത എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും സദ്യയും ഒരുക്കിയിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. സ്വർണ്ണവില കുറഞ്ഞു. ആഭ്യന്തര വിപണിയിൽ പവന് 60 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 24,040 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 3,005 രൂപയാണ് വില. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിര തെറ്റിച്ചെത്തിയ സ്വകാര്യ ബസ് കാറിലിടിച്ചു. ടോൾ പ്ലാസയിലെ വാഹനങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള പെട്രോൾ പമ്പിലൂടെ ബസ് അമിത വേഗത്തിൽ എത്തിയതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പമ്പിൽ നിന്നും റോഡിലേക്ക് കടന്ന കാറിലാണ് ബസ് ഇടിച്ചത്. തൃശൂരിൽ നിന്നും ചിമ്മിനി ഡാമിലേക്ക് പോവുകയായിരുന്ന അഖിൽദാസ് ബസ്സാണ് ഇടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പ്രളയതാണ്ഡവത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നും ഇനിയും വിമുക്തി നേടാത്ത പുള്ള് ഗ്രാമത്തിലെ വിദ്യാർത്ഥികൾ അയൽപ്പക്ക സൗഹൃദ വിദ്യാലയ പരിപാടിയുടെ ഭാഗമായി അന്തിക്കാട് KGM സ്കൂളിൽ എത്തി. അന്തിക്കാടിന്റെ നന്മകളും പാരമ്പര്യവും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പുതിയൊരു പാഠ്യവിഷയങ്ങളായി അവതരിച്ചു. അന്തിക്കാട് KGM LP സ്കൂളിലാണ് അയൽപ്പക്ക സൗഹൃദ വിദ്യാലയം അഥവാ ട്വിന്നിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി പുള്ള് ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠനത്തിനെത്തിയത്. അധ്യാപകരോടൊപ്പം എത്തിയ വിദ്യാർത്ഥികളെ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പുള്ള് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സർവ്വസുഗന്ധി വൃക്ഷം പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ സമ്മാനിച്ചു. അന്തിക്കാട് പ്രദേശത്ത് കേരളത്തെ മൊത്തം ഭീതിയിലാഴ്ത്തിയ പ്രളയത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ 5 കുഞ്ഞുമക്കളുടെ ഭവനം ഇല്ലാതാവുകയും ആ കുട്ടികളെ സഹായിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ തന്നെ സഹായ ഹസ്തങ്ങളുമായി വരികയും 1.25 ലക്ഷം രൂപയോളം അവർ കൊണ്ടുവന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സ്വന്തം ഭവനമുണ്ടാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിച്ച് ആ സംഖ്യ ഇന്ന് അസംബ്ലിയിൽ വെച്ച് 5 പേർക്കും കൂടി വിതരണം ചെയ്യുകയും ചെയ്തു. ജൈവവൈവിധ്യ പാർക്ക്, സ്കൂളിൽ വളർത്തുന്ന മുയൽ, വാത്ത, ഗിനിക്കോഴി, ഗിനിപ്പന്നി തുടങ്ങിയവയെല്ലാം വിദ്യാർത്ഥികൾ സാഗൂതം നോക്കിക്കണ്ടു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 5 വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികൾ സമാഹരിച്ച 1.25 ലക്ഷം രൂപ കൈമാറി. ഈ സ്കൂളിലെ മികവുകള് നേരിട്ട് ഞങ്ങൾ അല്ലാതെ തന്നെ നേരിട്ട് നിരീക്ഷിക്കാറുള്ളതാണ്. ഇപ്പൊ നേരിട്ട് അല്ലെങ്കിൽ കൂടി ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെ ഞങ്ങൾ ഈ സ്കൂളിന്റെ ഇത് നിരീക്ഷിക്കാറുള്ളതാണ് മികവ്. പക്ഷെ ഇപ്പോൾ നേരിട്ട് കണ്ടെത്താനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ഇവിടുത്തെ മികവുകളൊക്കെ കണ്ടെത്തി ഞങ്ങളുടെ സ്കൂളും കൂടുതൽ ഉയരത്തിലെത്താനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കാനും കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എത്തിച്ചേർന്നത്. സ്കൂളിന്റെ പ്രവർത്തന രീതികൾ കണ്ടറിഞ്ഞ സംഘം വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത് വിളവെടുത്ത് കൊണ്ടുവന്ന പച്ചക്കറികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ചാണ് മടങ്ങിയത്. TCV അന്തിക്കാട്. ശരീര സൗന്ദര്യ മത്സരത്തിലെ ഉയർന്ന മത്സര വിഭാഗമായ മിസ്റ്റർ ഏഷ്യ മത്സരത്തിന് സെലക്ഷൻ ലഭിച്ചിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ പോകാൻ സാധിക്കാതെ വലയുന്ന ആറാട്ടുപുഴ സ്വദേശി മുളങ്ങാട്ടിൽ വീട്ടിൽ രജീഷിന് സഹായഹസ്തവുമായി കരുവന്നൂർ കനിവ് കൂട്ടായ്മ. രജീഷിന്റെ അവസ്ഥ വിശദമാക്കി TCV നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മ സാമ്പത്തിക സഹായം നൽകിയത്. രജീഷിന് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനാവശ്യമായ തുക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രജീഷിന്റെ വീട്ടിൽ വെച്ച് കോസ്റ്റൽ CIP R ബിജോയ് കൈമാറി. സംഘടനാംഗങ്ങളായ രാജു പുളിക്കൽ, ഷംനാദ്, സഖീഷ്, മുഹമ്മദ് അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തുക സ്വരൂപിച്ചത്. 15 വർഷക്കാലത്തോളമായി രജീഷ് ജിമ്മിൽ പരിശീലനം നടത്തുന്നു. ഇത്തവണ ഡൽഹിയിലാണ് മിസ്റ്റർ ഏഷ്യ മത്സരം നടക്കുന്നത്.
ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു മെഡൽ നേടാനുള്ള ഈ ചെറുപ്പക്കാരന്റെ ആഗ്രഹമാണ് ഇതോടെ സജീവമാകുന്നത്. പാർക്കാടി പൂരം ഞായറാഴ്ച ആഘോഷിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 46 ദേശങ്ങളിൽ നിന്നുമായി 55 ഗജവീരന്മാർ അകമ്പടിയേകും. ഇത്തവണ കരിമരുന്ന് പ്രയോഗമുണ്ടാകില്ല. കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ പത്മനാഭൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ കൊമ്പന്മാർ അണിനിരക്കും. 200-ലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളത്തിന് കിഴക്കൂട്ടനിയന്മാരാർ നേതൃത്വം നൽകും. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാഠങ്ങളും പാഠ്യവിഷയങ്ങളും സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്ന കാര്യം സജീവ പരിഗണനയിലുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. സാക്ഷരതാ മിഷൻ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച ഭരണഘടനാ സാക്ഷരതാ സന്ദേശയാത്രയ്ക്ക് തൃശൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടുവിലാൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കാവുമ്പായി ബാലകൃഷ്ണൻ, കൌൺസിലർ രാമദാസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്യാംലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ, കേരള നിയമസഭ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. പ്രശസ്ത കലാകാരൻ ഗീതാനന്ദന് അവിട്ടത്തൂരിന്റെ പ്രണാമമായി ഗീതാനന്ദൻ സ്മൃതി സന്ധ്യ. 2018 ജനുവരി 28-നാണ് അവിട്ടത്തൂർ തിരുവുത്സവ വേദിയിൽ കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നതിനിടെ സിനിമാ താരവും കൂടിയായ ഗീതാനന്ദൻ വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ഗുരുവിന് പ്രണാമമായി ഗീതാനന്ദൻ വേദിയിൽ നിർത്തിയെടുത്ത് നിന്ന് ഇത്തവണ കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യയും അവിട്ടത്തൂർ സ്വദേശിയുമായ ശ്രീജ വിശ്വം പൂർത്തിയാക്കി. സ്വതവേ ഫലിതരൂപേണ അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ കാണികളെ ഏറെ ചിരിപ്പിക്കാറുണ്ടെങ്കിലും ഗീതാനന്ദന്റെ സ്മരണയിൽ കണ്ണുകൾ നിറഞ്ഞാണ് കാണികൾ തുള്ളൽ വീക്ഷിച്ചത്. ഗീതാനന്ദന്റെ ചിത്രത്തിൽ ശിഷ്യയുടെ പ്രണാമത്തോടെ തുള്ളൽ അവസാനിപ്പിച്ചത് നിറഞ്ഞ കരഘോഷങ്ങളോടെ കാണികൾ എതിരേറ്റു. തുടർന്ന് ഗീതാനന്ദന്റെ ഭാര്യ ശോഭ ഗീതാനന്ദനും മകൾ ശ്രീലക്ഷ്മിയും ഗീതാനന്ദന്റെ സ്മരണയ്ക്ക് മുന്നിൽ നമസ്കരിച്ച് അവതരിപ്പിച്ച മോഹിനിയാട്ടം ആ കലാകുടുംബത്തിൽ നിന്നുള്ള വേറിട്ട കാഴ്ചയായി. ഭഗവത് സന്നിധിയിലെ വേദിയിൽ തന്നെ ലയിച്ചില്ലാതാകാൻ സാധിച്ചത് ഗീതാനന്ദന് ലഭിച്ച ഏറ്റവും വലിയ സുഹൃതമാണെന്ന് ഭാര്യ ശോഭ ഗീതാനന്ദൻ പറഞ്ഞു. TCV ഇരിങ്ങാലക്കുട. ഒരു ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി മോദിക്ക് വായിച്ചു പഠിക്കുവാൻ ഭരണഘടന അയച്ചു നൽകിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. CMS പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രധാനമന്ത്രി കൊല്ലത്ത് നടത്തിയ പ്രസംഗം ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കോർപ്പറേഷൻ കൌൺസിലറും ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഗ്രീഷ്മ ജയഘോഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. KK മുബാറക്, സെന്തിൽ കുമാർ, ശരത് പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ 41ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാമവർമ്മപുരം വൃദ്ധസദനത്തിൽ നടന്ന ചടങ്ങ് സഹധർമ്മിണി തങ്കമണി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തേറമ്പെ രാമകൃഷ്ണൻ അനുസ്മരണം നടത്തി. MP ഭാസ്കരൻ നായർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, K അച്യുതകുമാർ, CB ഗീത, CB മിനി, സ്റ്റീഫൻ മഞ്ഞില, സന്തോഷ് കോലഴി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കായി സദ്യയും ഒരുക്കിയിരുന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജ്യോതിർഗമയ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ നയിക്കുന്ന സംരക്ഷണ ജാഥയ്ക്ക് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് സ്വീകരണം ഒരുക്കിയത്. DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. TV ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. സലാവുദ്ദീൻ, സന്തോഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും.
ഖത്തറിൽ 22 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി മുങ്ങിയതായി പരാതി. ഖത്തർ സ്വദേശിയായ ഇബ്രാഹിം അബ്ദുല്ല മുഹമ്മദ് ഹസൻ അൽഹീൽ ആണ് പരാതിക്കാരൻ. ജുവലറി വ്യാപാരത്തിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 11.6 മില്യൺ ഖത്തർ റിയാൽ തട്ടിയെടുത്തതായി പരാതിയിൽ പറയുന്നു. രൂപയുടെ മൂല്യത്തിൽ ഇത് 22 കോടി രൂപയോളം വരും. വെങ്ങാനല്ലൂർ സ്വദേശിയായ ഷമീർ എന്നയാളാണ് തട്ടിപ്പ് നടത്തിയതെന്നും ഇതിനു പുറമെ ബാങ്കിൽ നിന്നും ഇയാൾ കോടിക്കണക്കിന് രൂപ വായ്പെടുത്തതായും പറയുന്നു. ഖത്തറിൽ നിന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും റൂറൽ പോലീസ് മേധാവിക്കും 1 മാസം മുമ്പ് പരാതി ഇമെയിൽ വഴി അയച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാര വരവായി 4,26,10,1032 രൂപയും 2 കിലോ 432 ഗ്രാം 300 മില്ലിഗ്രാം സ്വർണവും 12 കിലോ 205 ഗ്രാം വെള്ളിയും വഴിപാടായി ലഭിച്ചു. 1,03,600 രൂപയുടെ നിരോധിത നോട്ടും ലഭിച്ചു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ 3.8 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചത്. വികലാംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. പഴയ നടക്കാവ് ലക്ഷ്മി മണ്ഡപത്തിൽ നടന്ന സമ്മേളനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ആർ രമേശൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ MS സമ്പൂർണ്ണ, ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ഇമാം PK ഇബ്രാഹിം ഫലാഹി, AG മാധവൻ, TR ബാലസുബ്രഹ്മണ്യൻ, MCS മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യമായി വീൽ ചെയറുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിജ്ഞാനോത്സവത്തിന് തുടക്കമായി. രാമോർമ്മപുരം വിജ്ഞാൻ സാഗർ ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വൈസർ TR ഗോവിന്ദൻകുട്ടി വിജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്തു. PV മനോജ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ M ഹരിദാസ്, തൃശൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ VC ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നടത്തിയ സ്കൂൾ തല വിജ്ഞാനോത്സവത്തിൽ മികവ് തെളിയിച്ച LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ 300ഓളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. വിജ്ഞാൻ സാഗർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ 2 ദിവസങ്ങളിലായി നടക്കുന്ന വിജ്ഞാനോത്സവം ഞായറാഴ്ച സമാപിക്കും. കല്ലേറ്റുങ്ങര കേരള ഫീഡ്സിന്റെ ജലസംഭരണിയുടെ ടവറിന് മുകളിൽ കയറിയ ജീവനക്കാരന് കടന്നൽ കുത്തേറ്റു. അവശനിലയിലായതിനെ തുടർന്ന് താഴെയിറങ്ങാനാവാതെ ടവറിന് മുകളിൽ കുടുങ്ങിയ ഇയാളെ ഫയർഫോഴ്സ് എത്തിയാണ് താഴെയിറക്കിയത്. കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരനായ കരുപ്പടഞ്ഞ സ്വദേശി വേലപ്പറമ്പിൽ മനീഷനാണ് കടന്നൽ കുത്തേറ്റത്. ടാങ്കിലെ വെള്ളത്തിന്റെ അളവ് നോക്കാനാണ് മനീഷ് ടവറിന് മുകളിലെത്തിയത്. കടന്നൽ കുത്തേറ്റെങ്കിലും അപകടകരമല്ലെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. വെള്ളാനിക്കര ആണ്ടുണ്ണിദേവർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷം ഭക്തിസാന്ദ്രമായി. രാവിലെ മുതൽ വിവിധ ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്ത കലാരൂപങ്ങളോട് കൂടിയ ദേശക്കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് 5 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്ന് പൂരം എഴുന്നള്ളിപ്പ് നടന്നു. യുവമേള കലാരത്നം ജിതിൻ കല്ലാറ്റിന്റെ നേതൃത്വത്തിൽ പാണ്ടിമേളം അരങ്ങേറി. ഗജരാജൻ, വയലാശ്ശേരി അർജുനൻ, മരുതൂർ കുളങ്ങര മഹാദേവൻ, ചെമ്പുക്കാവ് വിജയകണ്ണൻ, മച്ചാട് കർണൻ, ഉഷശ്രീ ദുർഗപ്രസാദ് എന്നീ ഗജവീരന്മാർ പൂരം എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ജില്ലാ കോടതി ഒഫീഷ്യൽ റിസീവറായി അഡ്വക്കേറ്റ് E പ്രജിത് കുമാറിനെ നിയമിച്ചു. ജില്ലാ കോടതിയിൽ നടന്ന ചടങ്ങിൽ പ്രജിത് കുമാർ ചുമതലയേറ്റു. 5 വർഷത്തിനാണ് റിസീവറായി നിയമനം ലഭിച്ചിട്ടുള്ളത്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി കുടക്കുഴി സ്വദേശിയായ പ്രജിത് കുമാർ തൃശൂർ ബാറിലെ അഭിഭാഷകനാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മാന്നാമംഗലം പള്ളി തർക്കം താൽക്കാലികമായി ഒത്തുതീർന്നു. പള്ളിയിൽ ഞായറാഴ്ച ദിവ്യബലി അർപ്പിക്കുവാൻ അനുവദിക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. പള്ളി അടച്ചിട്ട നടപടി തുടരുവാൻ തീരുമാനം. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ 3 ഹോട്ടലുകളിൽ പരിശോധന. ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ 91 പേരടങ്ങുന്ന സംഘം ഗുരുവായൂരിൽ താമസിച്ചതായി കണ്ടെത്തി. വൈദ്യുതി ബോർഡും കേബിൾ TV ഓപ്പറേറ്റർമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മന്ത്രി MM മണി. പ്രാദേശിക മാധ്യമങ്ങളെ ഇല്ലായ്മ ചെയ്യാനായി എത്തുന്ന വൻകിട കുത്തകകളെ കരുതിയിരിക്കണമെന്നും മന്ത്രി. പാതയോരങ്ങളിലെ സെപ്റ്റിക് മാലിന്യ നിക്ഷേപം പതിവാകുന്നു. സെപ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് ജില്ലയിൽ ശാസ്ത്രീയ സംവിധാനങ്ങളില്ല. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി.
സാംസ്കാരിക നഗരിക്ക് ഇനി ലോക നാടക കാഴ്ചകളുടെ രാപ്പകലുകൾ. ഇറ്റ്ഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഞായറാഴ്ച തിരിതെളിയും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.